ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കറികളൊന്നും വേണ്ടാതെ ഒരു ചോറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ഇതുപോലെ കുറച്ച് കുക്ക് ചെയ്ത റൈസും കുറച്ച് ഉള്ളിയും മാത്രം മതി. ഇപ്പോൾ നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. എന്നാൽ കറികളൊന്നും ബാക്കിയില്ലെങ്കിൽ ഡിന്നറിന് ഈ ഒരു റൈസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അധികം കറികളൊന്നും കഴിക്കാതെ കുട്ടികളാണെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിലേക്കും വേവിച്ച റൈസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വെറും 3 മിനിറ്റ് മതി ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റൈസൊക്കെ അവിടെ എവിടെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 5 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു അര കഷ്ണം സവാള ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ഒരു ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നെയ്യിൽ കിടന്ന് ഈ ഒരു ഉള്ളി മൂപ്പിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു റൈസിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഉള്ളി നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബോയിൽഡ് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു റൈസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇനി ചേർത്ത് കൊടുക്കാനില്ല. ഈ ഒരു റൈസ് ചൂടാകുന്നത് വരെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച റൈസൊക്കെ ആണെങ്കിൽ രാത്രിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ റൈസും ഒന്ന് ചൂടായി കിട്ടും. ആ നെയ്യിൽ മൂപ്പിച്ച ഉള്ളിയുടെയൊക്കെ നല്ലൊരു മണമുണ്ട് ഇതിന്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ഇതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഡിന്നറിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.